വിനായക ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ എല്ലാവരും ഗണപതി ഭഗവാന്റെ മുന്നിൽ തോപ്പുകരണം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ഗണപതി തന്റെ അമ്മയായ പാർവതിയോട് യാത്ര പറഞ്ഞ് അമ്മാവന്റെ മഹാവിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി നൽകി. മൂവരും വളരെ സന്തോഷത്തോടെ കളിച്ചു തളർന്ന വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം അരികിൽ വെച്ചിട്ട് വിശ്രമിച്ചു. ആ സമയത്ത് ഗണപതി ആ സുദർശന ചക്രം എടുത്ത് വിഴുങ്ങി. അതേസമയം ഭൂമിയിൽ അസുരന്മാർ യുദ്ധം തുടങ്ങിയിരുന്നു. ദേവന്മാർ സഹായത്തിനായി വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു തന്റെ സുദർശന ചക്രം തിരഞ്ഞപ്പോൾ അത് കാണാനില്ലായിരുന്നു. പെട്ടെന്ന് ഗണപതിയുടെ വയറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്നൊരു ശബ്ദം കേട്ടു. വിഷ്ണു ഉടനെ ഗണപതിയോട് സുദർശന ചക്രം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഗണപതി അത് നൽകാൻ തയ്യാറായില്ല. തുടർന്ന് വിഷ്ണു ഭഗവാൻ ശിവന്റെ അടുത്തെത്തി പരാതി പറഞ്ഞു. ശിവഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഗണപതിയെ ഒന്ന് ചിരിപ്പിച്ചാൽ മതി. ഉടനെ വിഷ്ണു ഭഗവാൻ ഗണപതിയുടെ മുന്നിൽ നിന്ന് തോപ്പുകരണം ഇട്ട് അദ്ദേഹത്തെ ചിരിപ്പിച്ചു. ഗണപതി ചിരിച്ചപ്പോൾ സുദർശന ചക്രം പുറത്തു വന്നു. അന്ന് വിഷ്ണു ഭഗവാൻ ഗണപതിയെ ഇങ്ങനെ അനുഗ്രഹിച്ചു: ഗണേശ, ഇനി മുതൽ നിന്നെ സന്തോഷിപ്പിക്കാനായി എല്ലാവരും നിന്റെ മുന്നിൽ തോപ്പുകരണമിടും. അന്നു മുതൽ നമ്മൾ ഗണപതിയുടെ മുന്നിൽ തോപ്പുകരണം ഇട്ടുവരുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വിനായക പോറ്റി എന്ന് കമന്റ് ചെയ്യുക. ഈ വിവരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും